ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ മുംബൈയിലാണെന്നും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ വീഡിയോസിൽ ഉണ്ടാവാറുള്ളതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ കാണാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാനും ഏട്ടനും ഒന്ന് ഡ്രൈവിന് ഇറങ്ങിയതാണ്. കുറച്ച് ഉള്ളിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഒരു ലോങ് ഡ്രൈവ് എന്ന് തന്നെ പറയാം. അപ്പം നല്ലൊരു ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. അതായത് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അല്ല, നമ്മുടെ ലൈഫ് ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അത്. അപ്പോൾ നല്ലൊരു മുരിങ്ങ മരം കണ്ടേ നമ്മൾ പോകുന്ന വഴിക്ക്. അപ്പോൾ അത് കണ്ടപ്പോഴുണ്ടല്ലോ കൊതി സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ വണ്ടി അവിടെ നിർത്തി അവിടെയുള്ള വീട്ടിൽ പോയിട്ട് ചോദിച്ചു, നമ്മൾ കുറച്ച് ഇല പറിച്ചോട്ടെ എന്ന് ചോദിച്ചേ. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണ്ടി വെച്ചാൽ പറിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഇത് മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊരു വിലയില്ലാന്ന് തോന്നുന്നേ. കാരണം അവർക്കിത് സ്ഥിരമായിട്ട് കഴിക്കാമല്ലോ, വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടാകുമ്പോൾ. നമുക്കിത് നാട്ടിൽ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് അങ്ങനെ ലാവശ്യമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വല്ലപ്പോഴും ലോട്ടറി അടിക്കുമ്പോൾ നമുക്ക് കിട്ടണം. അപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു കവറിൽ നമ്മൾ പരമാവധി പറിച്ചു വിട്ടാൽ. അങ്ങനെ ഒരുപാട് പറിച്ചിട്ടും കാര്യമില്ലല്ലോ, കാരണം ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 2 ദിവസം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് നമ്മൾ പറിച്ചത്. എന്നിട്ട് നമ്മൾ നേരെ പോയത് അമ്മേൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് അത് ഈ ബിൽഡിങ്ങിലാണ് അമ്മയും അനിയനും താമസിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ ആ ഇലയും കൊണ്ട് വന്നത് ഇങ്ങോട്ടേക്കാണ്. ഇവിടുന്ന് ആകുമ്പോൾ അമ്മേൻ്റെ കൂടെ അതൊക്കെ വൃത്തിയാക്കി, അതുപോലെ അമ്മ നല്ല ടേസ്റ്റിൽ വെച്ച് തരുകയും ചെയ്യേ. അപ്പോൾ ഇന്നത്തെ ഏതായാലും ഇവിടുന്ന് വെക്കുകയും ചെയ്യാം. ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉണ്ടാക്കാമല്ലോ. കറിയായിട്ടല്ല കേട്ടോ, അത് ക്ലീൻ ചെയ്തിട്ട് കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നല്ല ഫ്രഷായിട്ട് നമുക്ക് നാളെ ഉപ്പേരി ഉണ്ടാക്കാം. ഇന്നിപ്പം ഉപ്പേരി ഏതായാലും ഇവിടുന്ന് വെച്ചിട്ട് കറി കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. എന്താ നമ്മളെ കാറ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നേരെ അമ്മക്ക് കൊണ്ടു കൊടുക്കാം. എന്നിട്ട് അമ്മയോട് വെച്ച് ഹലോ. അപ്പം നമ്മൾ ഇത്രയും സമയം പറിച്ച മുരിങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ, എല്ലാം എടുത്തിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകാനേ. നല്ല ഫ്രഷ് ഇല കിട്ടിയിട്ടുണ്ട്. അമ്മേൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ അമ്മ നല്ല അടിപൊളിയായിട്ട് വെച്ച് തരും. നമ്മൾ കവറിലാക്കിയിട്ട് നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോകാനേ. ഇവിടുന്ന് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വാച്ച്മാൻ അവിടുന്ന് ഡോറ് അൺലോക്ക് ചെയ്യേ. അപ്പം നമുക്ക് കയറി പോകാൻ പറ്റും. ഇതൊക്കെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കവറും എടുത്തിട്ട് നേരെ പോവാന്ന്. 24ാമത്തെ നിലയിലാണ് കേട്ടോ അമ്മേൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയിലാണ്. ഇനിയിപ്പോൾ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അമ്മേൻ്റെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ്. പക്ഷെ നല്ലോണം ഫുഡ് കഴിച്ച് നമ്മൾ രാവിലെ തന്നെ ഉണ്ടല്ലോ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വയറൊക്കെ ഫുള്ളായിട്ടാണ് ആ ഒരു വിഷമത്തിലാണ് ഞാനില്ലത്. കാരണം പോയാട് അമ്മേൻ്റെ അടുത്തുനിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നില്ല വിഷമമാണ്. കാരണം വയറൊക്കെ ഫുള്ളാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഫ്ലാറ്റിലോട്ട് പോവാണ്. ഇവിടെ എത്തിയിട്ട് കുറേ സമയം ഞാൻ ബെല്ലടിച്ചിട്ടും ഡോറിന് തട്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡോറ് തുറക്കുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേക്കുണ്ട് അമ്മ താഴേന്ന് വരുന്നേ. അമ്മ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്നപ്പോഴത്തേക്ക് മുട്ട നമ്മളെ ദേശീയ ഭക്ഷണം. മുട്ടയില്ലാണ്ട് ഒരു ഇതുണ്ടാവില്ല. എത്ര വേഗം തീരലറിയാം. ഒരു ദിവസം മുട്ടയിൽ മേടിച്ചാലേ 2 ദിവസത്തെ കൊണ്ട്. ഇന്നെന്തോ സ്പെഷ്യൽ ഇത് ഇവിടെ വേറെന്തോ ഇലയെല്ലാം കൊട്ടച്ചിട്ടുണ്ട്. ഇതൊരു ചീരയാണ്. ഈ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മുരിങ്ങേൻ്റെ ഇല എടിവോ പോയിട്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് പോയിട്ട് മുരിങ്ങേൻ്റെ ഇലയും കൊണ്ട് ഇങ്ങോട്ട് വന്നേ. അപ്പോഴത്തേക്ക് അമ്മ ഇതാ ഇവിടെ വേറെന്തോ ഇലയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊരു ചീരയാണ്. മുരിങ്ങേൻ്റെ ഇല കഴിക്കാൻ നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റും അല്ലേ. പക്ഷേ ഈ ഒരു നമ്മൾ എന്താ പറയേണ്ടത്, ഈ ഇല ഉതിർത്തെടുക്കുന്ന ഒരു പരിപാടിയില്ലേ, ഇതാണ് കേട്ടോ ഏറ്റവും വിഷമമുള്ള കാര്യം. അത് കുറേ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അങ്ങനെ കുറേ സമയം നിലത്ത് ഇരുന്നിട്ട് ഞാനും അമ്മയും കൂടി ആ കൊണ്ടുവന്ന ഇലയൊക്കെ വൃത്തിയാക്കി എടുത്തുവേ. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപ്പേരിയാക്കിയിട്ട് ഇന്ന് നമുക്ക് കഴിക്കാനുള്ളത് ഉപ്പേരി ഉണ്ടാക്കുക. ബാക്കിയുള്ള ഇല ഇതേപോലെ നല്ലൊരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് നാളെ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ 1-2 ദിവസമൊക്കെ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നന്നായിട്ട് തന്നെ ഇരിക്കുവേ. അപ്പോൾ ഭക്ഷണം കഴിച്ച് വന്നുകൊണ്ട് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വയറ് നിറച്ചിട്ടാണ് ഉള്ളത് അമ്മ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ നിലത്തിരുന്നിട്ട് ആക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം
നമ്മളതൊക്കെ വൃത്തിയാക്കി എടുത്തു. ഇതാ ഇത്ര വരെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ അറ്റംപ്റ്റ് വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. നമ്മളൊരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇടണേ. കാരണം നമ്മൾ ഒരു ആൾ നമ്മളെ പുറകിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെന്താ ഇവിടെ വീട്ടിൽ പണിയെടുത്തതെന്ന് ആർക്കും മനസ്സിലാവാൻ പാടില്ലേ. അപ്പോൾ കിച്ചൺ ആയാലും എന്തായാലും എനിക്കത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ കച്ചറയൊക്കെ എടുത്തിട്ട് നമ്മുടെ കവറിലേക്ക് അടിച്ചു വാരിയിട്ട് വെക്കുവാന്നേ. അതുപോലെ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മക്കൊരു ബുദ്ധിമുട്ടും ആവരുതല്ലോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ചെയ്യുന്നതാണ്. എന്ത് കറി ഉണ്ടാക്കിയാലും എന്ത് പണി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവാതെ ഞാൻ അടുത്ത പണിക്ക് പോകാറില്ല. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് കറി ഉണ്ടാക്കണം. കാരണം അച്ചുമോനിപ്പോൾ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അവൻ വീട്ടിൽ തനിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോയിട്ട് വേണം അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ പെട്ടെന്ന് പരിപാടി തുടങ്ങാൻ പോവാണ്. നല്ല പരിപാടിയാണ്ടാ, നല്ല പരിപാടിയാണല്ലോ. പൈപ്പ് നല്ല എളുപ്പമുണ്ടല്ലേ ഇതുകൊണ്ട്? നല്ല എളുപ്പം. കൈ നോക്കണം. നല്ല പരിപാടിയല്ല. ആദ്യം ചിലപ്പോൾ ജോലി ഇതല്ലേ, പിന്നീടാകുമ്പോൾ വേഗം വരും. ഒരു സ്ഥലത്തന്നെ ചിറകി കുഴിയാക്കി. ഇവിടെ വെളുത്തുള്ളിൻ്റെ തോല് കളിയും. നിങ്ങളുടെ നാട്ടിലാണ് തേങ്ങ എത്ര വില വെച്ചൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ 45, 45, 40. ഇത് 40ആണ്. നമുക്ക് എണ്ണയാക്കണം. പിന്നെ അടിക്ക് പിടിക്കും. ഇത് ഇരുമ്പിൻ്റെ ചീൻചട്ടിയല്ലേ? ഇരുമ്പാ ഇതിൻ്റെ നല്ല കട്ടിയിലെ പാത്രമാണ്. ഇതിൽ ചിക്കൻ പെരട്ട് ഉണ്ടാക്കിയിട്ട് അന്ന് നമ്മൾ ചിക്കൻ പെരട്ടിൻ്റെ വീഡിയോ ഉണ്ടല്ലേ, ഇതിലാക്കി ഉരുളിയിലാക്കിയിട്ട് ഇതിലിട്ടിട്ട് പിന്നെ ആക്കിയതല്ലേ. നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. റെഡിയായി. നല്ല പോവാൻ്റെ തിരക്കുണ്ട്. ആന്ന് നമ്മ 12 മണിക്ക് വന്നതാണ്. അച്ചു സ്കൂളിൽ വിട്ട് വന്നിട്ട് നമ്മളെ കാത്തിക്കുന്നുണ്ടാവും വീട്ടിൽ. അതെ, ഒരുപാട് സമയം വൈകി ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറേ ഉണ്ടായതുകൊണ്ട്. അപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് ആക്കണം കറി. എന്നിട്ട് ചോറ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിയും കൊണ്ട് പോവാം. പടവട ഉണ്ടാക്കുവാൻ പോവാ. പിന്നെ ഇത് നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ ആക്കാം അല്ലേ. നാടൻ നാടൻ ഉപ്പേരി. ആദ്യം ഇത് പറ, അതിൽ വെള്ളം ഒഴിച്ചിനോ? ഇല്ല, അത് കഴുകി വാരി വെച്ചത് മാത്രം, വെള്ളം ഒഴിച്ചിട്ടില്ല. മുരിങ്ങേൻ്റെ എല്ലാം നമ്മളാക്കുമ്പില്ലേ, നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കൂല. ജസ്റ്റ് ആ കഴുകി വാരിയ വെള്ളമില്ലേ, ആ വെള്ളം മാത്രമേ ഉണ്ടാവൂലേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ശരിക്കും വെള്ളം ഒഴിച്ച് വേവിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകൂല്ലേ. അത് കയ്പ്പ് രസം. ഒരു കളറും മാറും, ടേസ്റ്റും മാറും. എന്തോ ഒരു ചപ്പ് വേവിച്ച ടേസ്റ്റ് വരും. തേങ്ങേൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു മുരിങ്ങേൻ്റെ നല്ല ടേസ്റ്റ് കിട്ടും. വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുള്ള ആക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാത്തത്. അടച്ച് വെച്ചിട്ട്
കുറച്ച് സമയമുണ്ട് വേഗം. അപ്പോഴത്തേക്ക് ഇതാ ഇടാം ഇഞ്ചിയും പച്ചമുളകും. അല്ല, ഇഞ്ചിയും പച്ചമുളകല്ല, വെളുത്തുള്ളിയും പച്ചമുളകും. എല്ലാം തലകറങ്ങി, സമയം ഒരുപാടായില്ലേ. പിന്നെ പച്ചമുളകിനെക്കാട്ടും ടേസ്റ്റ് നമ്മളെ കാന്താരി മുളകാണ് അല്ലേ. നമ്മളെ നാട്ടില് കപ്പപ്പറങ്കി എന്ന് പറയും. കപ്പപ്പറങ്കി വെളുത്തുള്ളി ചതച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുരിങ്ങൻ്റെ ഉപ്പേരിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാന്താരി മുളകും നമ്മളെ കപ്പപ്പറങ്കിയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ പച്ചമുളക്. അതന്നെ, ഓരോ നാട്ടിലും ഓരോ ടൈപ്പിലല്ലേ ഉണ്ടാക്കല്. നമ്മള് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ എല്ലാം ഉപ്പേരി എന്നാ പറയല്ലേ. ഓരോ നാട്ടിൽ തോരൻ അങ്ങനെ എന്തെല്ലോ ഇല്ലേ. അപ്പോൾ ഈ ഒരു ടൈപ്പ് കറീന് എന്താ പറയലെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇലേനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒഴിച്ചു കൂട്ടാനെല്ലാം വെക്കലുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ആയുധങ്ങളില്ലേ, വെളുത്തുള്ളിയും ഇതെല്ലാം ചെറുക്കാൻ വേറെ തന്നെ ടൂളുണ്ട് എവിടെയെങ്കിലും അത്. പക്ഷെ എന്നാലും നമുക്ക് എളുപ്പം പണിക്കിതാ കയ്യിൽ കിട്ടുന്ന കത്തീൻ്റെ പിടിയോ അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തീൻ്റെ പോലോ ഇതെല്ലാം തന്നെ എൻ്റെയോ ആയുധം. എന്നാൽ കയ്യിൽ കിട്ടുന്ന അതിനെ കൊണ്ട് ഇതാക്കും. ഏകദേശം കുറഞ്ഞിനോ എന്നത്. വെളുത്തുള്ളി പച്ചമുളകും നന്നായി ഇളക്കി മിക്സാക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് വെന്തു, വെള്ളമെല്ലാം വറ്റിയല്ലേ, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ. നമ്മളെ നാടൻ മുരിങ്ങയില ഉപ്പേരി റെഡിയായി. ആ വെളുത്തുള്ളിൻ്റെയും വെളിച്ചെണ്ണൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം മണം വരുമ്പോൾ ഉണ്ടല്ലോ, അല്ല നാടൻ ഉപ്പേരി. ടേസ്റ്റ് നോക്കാൻ കുറച്ച് ഒരു ലേശം ടേസ്റ്റ് നോക്കാനല്ലേ ഉണ്ടോ. മതി മതി മതി, ഇത് ചോറ് വയ്ക്കേണ്ട അത്ര തന്നെയില്ലേ. ഡവാനിൻ്റെ കറിയാണ്. ഒരു പാത്രത്തിൽ ഫുള്ളുണ്ട്. ഞാൻ മാങ്ങ ഉപ്പിലിട്ടത് എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ ഉപ്പിലിട്ട മാങ്ങ എടുക്കണം. മതി മതി, നല്ല രസമുണ്ട് അത് ഇങ്ങനെ തിന്നാൻ. കുറച്ചേലേ ഇപ്പം വെച്ചിട്ടല്ലേ, ബാക്കിയുള്ളത് കുറച്ച് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കുറച്ച് തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. വേഗം കുടിച്ചോ, ഇതാട്ടം ടേസ്റ്റ് നോക്കിയ പാത്രം. നല്ല നാടൻ കഞ്ഞിയാണേ, മുരിങ്ങേൻ്റെ ഉപ്പേരി, അച്ചാറ്,
ഉപ്പിലിട്ട മാങ്ങ, നല്ല ചൂട് കഞ്ഞി. എങ്ങനെയുണ്ട്? അടിപൊളി. നമുക്ക് വീട്ടിൽ ചോറുണ്ട്, അത് ചോറ് വെച്ചിട്ടാണ് നമ്മൾ വന്നിനെ. ഈ ഇല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ചോറ് കഴിക്കാത്ത. അല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ടേ പോകലൂ. പിന്നെ വീട്ടിലത്തെ ചോറ് ബാക്കിയാവുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിക്കാം. അച്ചു ചോറ് കഴിക്കാതെ കാത്തിക്കുന്നല്ലേ, അവിടെ ആകുമ്പോൾ നമ്മൾ പോവാം. ഏട്ടാ പോവാ.